ഡോക്ടർ അഷ്നയുടെ കാൽ നഷ്ടപ്പെട്ടതിൽ ബോംബെറിഞ്ഞവരുടെ സംഘടനയുടെ പേര് പുറത്തു വരില്ല. പക്ഷേ സദാനന്ദൻ്റെ കാര്യത്തിൽ സി പി എം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കണ്ടൊരു ഇരട്ടത്താപ്പാണ്. അതെന്താണ് അങ്ങനെ? 2000-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അഷ്ന എന്ന പെൺകുട്ടിക്ക് RSSകാർ ഇടതുപക്ഷ പ്രവർത്തകർക്ക് നേരെ എറിഞ്ഞ ബോംബാക്രമണത്തിൽ കാല് നഷ്ടപ്പെട്ടു. ആ കുട്ടി RSSന്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയായി ജീവിച്ചു. ഈ അടുത്ത ദിവസം ആ പ്രതിസന്ധികളോട് പടപൊരുതി ഡോക്ടറായി, പിന്നീട് വിവാഹിതയായി. പക്ഷേ കാല് നഷ്ടപ്പെടുത്തിയത് RSS ആണെന്ന് അറിയിക്കാതെ പൊതിഞ്ഞു പിടിക്കുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തനം നോക്കണേ. ആ കുട്ടിയുടെ വിവാഹ സന്ദർഭത്തിൽ ഷാഫി പറമ്പിലിട്ട പോസ്റ്റാണ്. ആ പോസ്റ്റിൽ പോലും നിങ്ങൾ വായിച്ചു നോക്കൂ. RSS എന്ന് പറയാൻ ഷാഫിക്ക് പോലും മടിയാണ്. ഷാഫി കല്യാണത്തിൽ പങ്കെടുത്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പ് ദേ ഇങ്ങനെയാണ്: സ്വന്തം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോംബേറിൽ കാല് നഷ്ടപ്പെടുക, അതും 6-ാം വയസ്സിൽ. ബോംബ് രാഷ്ട്രീയത്തിന്റെ ഇരയായി തകർന്നു പോകുമായിരുന്ന ഒരു ജീവിതത്തിൽ വിധിയോട് പൊരുതി കൃത്രിമ കാലിൽ പിച്ച വെച്ച് പഠിച്ച് വളർന്ന് സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS എടുത്ത് ഡോക്ടറായി. തിരിച്ചടികളിൽ പതർന്നവർക്ക് അതിജീവനത്തിന്റെ വലിയ പ്രചോദനമായ ഡോക്ടർ അഷ്നയുടെ കല്യാണത്തിൽ പങ്കെടുത്തു. ഒരിടത്തും RSS എന്നില്ല, പക്ഷെ സാമാന്യവൽക്കരിച്ചിട്ടുണ്ട്. അതായത് RSS എന്ന പേരെഴുതി അത് ജനങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കാതെ, ജനങ്ങളുടെ മനസ്സിൽ ഞങ്ങളിലെ മാപ്രകളിലൂടെ CPM ആണ് അക്രമ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരെന്ന് പൊതുവെ പറഞ്ഞു വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ RSS എന്ന് മുക്കിയാൽ അഷ്നയുടെ കാൽ നഷ്ടപ്പെടുത്തിയത് CPM ആണെന്ന് കരുതുന്നെങ്കിൽ അങ്ങ് കരുതിക്കോട്ടെ എന്ന് അവിടെയും ഷാഫി വിചാരിക്കുകയാണ്. ഷാഫി RSSന് കൊടുത്ത അതേ കരുതൽ തന്നെയാണ് കേരളത്തിലെ പല മാപ്രകളും അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളും അഷ്നയുടെ വിവാഹത്തോടനുബന്ധിച്ച് ആ കുട്ടിക്ക് ഈ ഗതി വരുത്തിയത്, അവളുടെ ജീവിതത്തിൽ അവളുടെ കാല് നഷ്ടപ്പെടുത്തിയത് RSS എന്ന് മിണ്ടിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പിലെ RSS നേതാവിന് രാജ്യസഭ MP സ്ഥാനം കിട്ടിയപ്പോൾ കാല് നഷ്ടപ്പെടുത്തിയത് CPM. അതായത് ഇതേ മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ RSSനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് ഡയലോഗ് അടിക്കുന്നവർ ഒരു RSS നേതാവിന് രാജ്യസഭ MP സ്ഥാനം കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെടുത്തിയത് CPM ആണ്. പക്ഷേ ഇവിടെ RSSനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് എന്ന് ഉളുപ്പില്ലാതെ പറയുമ്പോൾ സ്വാഭാവികമായും കണ്ണൂരിലുണ്ടായ ഇന്നലകളിലെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇര കൂടിയാണ് അദ്ദേഹമെന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ RSSകാർ ഇതുപോലെ ഇരയാക്കിയ പലരുമുണ്ട്. ഒപ്പം ഈ അടുത്തിടെ ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞുപോയ പുഷ്പൻ കോൺഗ്രസ്സുകാരുടെ അധികാരവാഴ്ചയുടെ ഇരയായിരുന്നു. അതും കോൺഗ്രസ് ആണ് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ചെയ്തു എന്ന് പറയാൻ മാധ്യമങ്ങൾക്ക് നാവ് പൊന്തില്ല. എന്നാൽ സദാനന്ദൻ വിഷയം വരുമ്പോൾ CPM ആണ് അദ്ദേഹത്തെ വികലാംഗനാക്കിയത്, അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇര എന്നുള്ള നിലയ്ക്കൊക്കെ പുകഴ്ത്തിപ്പാടുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുന്ന ഓന്തുകളെക്കാളും നിലവാരമില്ലാത്തവന്മാരാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിലെ സംഘപരിവാർ മനസ്സുള്ളവരെന്ന് വീണ്ടും തെളിയിക്കുന്ന സന്ദർഭമാണ്. അഷ്നയുടെ കാല് തനിയെ നഷ്ടപ്പെട്ടതാണ്, അതിലൊരു സംഘടനയില്ല, ബോംബ് എറിഞ്ഞവരാരുമില്ല, ആ ചരിത്രത്തെക്കുറിച്ച് മിണ്ടിയില്ല. പക്ഷേ സദാനന്ദൻ്റെ കാര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPMനെതിരെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇര എന്നുള്ള നിലയ്ക്ക് ഒരു പ്രചരണ ആയുധമാക്കാൻ വേണ്ടിയുള്ള നെറുകെട്ട നീക്കം. അതിനപ്പുറത്തേക്ക് ഒരു കാര്യമുണ്ട്: ഇത്തരം സംഘർഷങ്ങൾ അവിടെ ആരൊക്കെ തമ്മിൽ നടന്നിട്ടുണ്ടെന്നും ഈ നാട്ടിൽ RSSുമായി നേരിട്ട് ഏറ്റുമുട്ടിയത് ആരൊക്കെ എന്നതിൻ്റെ തെളിവ് കൂടിയാണ് സദാനന്ദൻ എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇതുപോലെ ഒരു കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാൽ ആക്രമിക്കപ്പെട്ട മറ്റൊരു RSSകാരനോ കേരളത്തിൽ മഷിയിട്ട് നോക്കിയാൽ കാണാൻ കഴിയില്ല. ഇവർ രണ്ടുപേരും ആക്രമിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തെയാണ്. ഇവരുടെ രണ്ടുപേരുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളതും ഇടതുപക്ഷത്ത് നിൽക്കുന്നവരാണ്. പക്ഷേ ഇപ്പോഴും സ്വയം ഇരകളായിട്ട് അവരെ തന്നെ അവരുടെ സ്വാധീനമുള്ള മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിൽ നിഴലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു.